EVSലെ ഒന്നാമത്തെ അധ്യായമായിട്ടുള്ള ജീവികളും ചുറ്റുപാടും എന്ന അധ്യായമാണ് നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ചുറ്റുപാടും നിരവധി ജീവികൾ, പല ആവാസ വ്യവസ്ഥയിലും പല സാഹചര്യങ്ങളിലും ജീവിക്കുന്ന നിരവധി ജീവികൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മളിതിൽ ചില പ്രധാനപ്പെട്ട ജീവികളുടെ പ്രത്യേകതകളും അവയുടെ ചുറ്റുപാടുകളെക്കുറിച്ചും ഒക്കെയാണ് നമുക്കിതിൽ മനസ്സിലാക്കാനായിട്ടുള്ളത്. അപ്പം നമുക്ക് ആദ്യം ഈ ചാപ്റ്റർ തുടങ്ങുമ്പോൾ തന്നെ ഒരു നിരീക്ഷണക്കുറിപ്പ് കാണാൻ പറ്റും. കുളക്കരയിലെ ഞാവൽ മരത്തിൽ കിളികൾ, അണ്ണാൻ, മരയോന്ത്, ചിലന്തി എന്നിവയും ഉറുമ്പുകൾ ഉൾപ്പെടെയുള്ള ചെറുപ്രാണികളുമുണ്ട്. കുളത്തിൽ നിറയെ മത്സ്യങ്ങളും ഉണ്ടായിരുന്നു. അവ ഇടയ്ക്കിടെ വെള്ളത്തിന് മുകളിൽ വന്ന് വായ് പിളർക്കും. തവള, വാൽമാക്രി, ഞണ്ട്, ഒച്ച്, നീർക്കോലി, ജലപ്രാണികൾ തുടങ്ങിയവയാണ് ആമ്പൽക്കുളത്തിലെ മറ്റ് അന്തേവാസികൾ. കുളത്തിലെ ചെറുകല്ലുകളിട്ട് ഓളങ്ങൾ ഉണ്ടാക്കി ഞങ്ങൾ കളിച്ചു. കുളക്കരയിലെ കുളിർമയിൽ നേരം പോയത് അറിയുകയില്ല. അതായത് റൈന എന്ന് പറയുന്നൊരു കുട്ടി ആ കുട്ടിയുടെ ചുറ്റുപാട് നിരീക്ഷിച്ചപ്പോൾ, അല്ലെങ്കിൽ ഒരു കുളം നിരീക്ഷിച്ചപ്പോൾ കണ്ടിട്ടുള്ളൊരു നിരീക്ഷണക്കുറിപ്പാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. അപ്പോൾ നോക്കൂ, ഒരു കുളക്കര അല്ലെങ്കിൽ കുളം എന്ന് പറയുന്ന ഒരു ആവാസ വ്യവസ്ഥയിൽ തന്നെ നിരവധി ജീവികളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. അതേപോലെ തന്നെ ഒരു മരത്തിൽ കാണാൻ പറ്റും. അങ്ങനെ നമ്മുടെ ഈ ചുറ്റുപാടിലും നിരവധി ജീവികൾ പല തരത്തിൽ പല ആവാസ വ്യവസ്ഥയിലൊക്കെ തന്നെ ജീവിക്കുന്നുണ്ട്. അത്തരത്തിൽ നമുക്ക് ഇവിടെ കുളത്തിലെ പ്രധാനപ്പെട്ട ഒരു ജീവിയായിട്ട്, അല്ലെങ്കിൽ കുളത്തിൽ ജലത്തിൽ വസിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ജീവിയായിട്ടുള്ള മത്സ്യത്തെ കുറിച്ച് നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാം. എന്തൊക്കെയായിരിക്കും മത്സ്യത്തിന്റെ പ്രത്യേകതകൾ? എന്തുകൊണ്ടായിരിക്കും മത്സ്യത്തിന് ജലത്തിലൂടെ മാത്രം സഞ്ചരിക്കാൻ കഴിയുന്നത്? എന്തുകൊണ്ടായിരിക്കും മത്സ്യത്തിന് ജലത്തിലൂടെ മാത്രം സഞ്ചരിക്കാൻ സാധിക്കുന്നത്? അതേപോലെ തന്നെ ജലത്തിൽ വസിക്കുന്ന മത്സ്യത്തിന് കരയിൽ ജീവിക്കാൻ കഴിയുമോ? ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അതേപോലെ തന്നെ അതിനുള്ള ഉത്തരം കൂടിയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ നമുക്ക് ഇതാക്കുന്നത്. എല്ലാവർക്കും ഇപ്പോൾ ഒരു മത്സ്യത്തിൻ്റെ ചിത്രം കാണാൻ സാധിക്കും. എന്തായിരിക്കും ഈ മത്സ്യത്തിൻ്റെ ചിത്രം, ഈ മീനിൻ്റെ ചിത്രത്തിൻ്റെ പ്രത്യേകത? ഇത് നമ്മൾ ഏതെങ്കിലും ഒരു കാര്യവുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നൊക്കെ നമുക്ക് നോക്കാം. തൊട്ടു താഴെ 2 തരത്തിലുള്ള വഞ്ചികൾ കാണാം. ഒരു തോണിയുണ്ട്, അതേപോലെ തന്നെ ഒരു കൊട്ട വഞ്ചി പോലത്തെ ഒരു വഞ്ചിയുണ്ട്. എന്തായിരിക്കും ഈ 2 ചിത്രങ്ങളും ഈ അധ്യായത്തിൽ നമ്മൾ പഠിക്കുന്ന ജീവികളെ കുറിച്ചിട്ടും അതിൻ്റെ ചുറ്റുപാടുകളെ കുറിച്ചിട്ടാണ്. നോക്കൂ, ജലത്തിലൂടെ സഞ്ചരിക്കുന്നത്, ഇപ്പം നമ്മൾ രണ്ട് രീതിയിലുമുള്ള ഈ ഒരു സഞ്ചാര മാർഗങ്ങൾ നമ്മൾ ജലത്തിലൂടെ സഞ്ചരിക്കാൻ ഉപയോഗിക്കുന്നതാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്നത് ഏതാണ്? അത് ഒന്നാമത്തെ ചിത്രത്തിൽ കൊടുത്തതുപോലത്തെ ഏതാണ്? ഒന്നാമത്തെ ചിത്രത്തിലുള്ള ഈ ഒരു സാധനമാണ് അല്ലെ, ഒന്നാമത്തെ ചിത്രത്തിൽ കൊടുത്തിട്ടുള്ള ഈ സാധനമാണ് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. കാരണം എന്താ? അതിന് 2 അറ്റം കൂർത്തതാണ്. അതുകൊണ്ട് നമുക്കത് ശരിയായ ദിശയിലേക്ക് സഞ്ചരിക്കാനും നേർദിശയിൽ സഞ്ചരിക്കാനൊക്കെ നമുക്കതിന് പറ്റും. എന്നാൽ ഈ ഒരു സംഭവത്തിന് എന്താ പ്രശ്നം? രണ്ടാമത്തെ കുട്ടവഞ്ചിക്ക് എന്താ പ്രശ്നം? അത് നമ്മൾ വിചാരിച്ച പോലെ അങ്ങോട്ട് മുന്നോട്ട് പോയിക്കൊള്ളണം ഒന്നുമില്ല. ഇത്തരത്തിൽ തന്നെയാണ് മീനിൻ്റെ അവസ്ഥ. മത്സ്യങ്ങളുടെ ഏകദേശം അപ്പോൾ ഈ ഒരു ചിത്രത്തിന് ഇവിടെ കൊടുക്കാൻ കാരണം, ഈ ഒന്നാമത്തെ ഒരു ചിത്രം നമ്മൾ ഇവിടെ കൊടുക്കാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ആകൃതി തന്നെയാണ് ആർക്കുള്ളത്? മത്സ്യത്തിനുള്ളത്. ഈ ഒരു ആകൃതി തന്നെയാണ് ആർക്കുള്ളത്? മത്സ്യത്തിനുള്ളത്. അപ്പോൾ നോക്കൂ, ജലത്തിലൂടെ സഞ്ചരിക്കുന്നതിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു ആകൃതി എന്ന് പറയുന്നത് ഒന്നാമത്തെ ആകൃതിയാണ്. ജലത്തിലൂടെ സഞ്ചരിക്കുന്നതിന് ഏറ്റവും അനുയോജ്യമായിട്ടൊരു ആകൃതി എന്ന് പറയുന്നത് ഏതാണ്? അത് ഈ ഒന്നാമത്തെ ആകൃതിയാണ്. അതാണ് മത്സ്യങ്ങളുടെ ആകൃതി. അപ്പം നമുക്ക് ആ ചിത്രം കണ്ടാൽ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? ഈ ഒരു ആകൃതിയോട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് മത്സ്യത്തിൻ്റെ ആകൃതി. അത്തരത്തിൽ നോക്കൂ, സഞ്ചാര ദിശ മാറുന്നതിനും അതൊക്കെ തന്നെ സസ്യങ്ങളെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സസ്യങ്ങളെ നോക്കൂ, ശരീരത്തിൻ്റെ ആകൃതി, ചിറകുകൾ, വാൽച്ചിറക്, ചെതുമ്പലുകളുടെ ക്രമീകരണം, വഴുവഴുപ്പ് എന്നിവ ജലത്തിലൂടെ സഞ്ചരിക്കുന്നതിന് മത്സ്യങ്ങളെ സഹായിക്കുന്നു. ചെകിളപ്പൂക്കളുടെ സഹായത്തോടെ മത്സ്യങ്ങൾ ശ്വസിക്കുന്നത്. നമുക്കൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മനുഷ്യന്മാർക്കും മറ്റുള്ള ജീവികൾക്കും ശ്വാസകോശം എന്ന സംഭവമുണ്ട്. മത്സ്യം ജലത്തിന് താഴത്ത് അടിയിൽ വസിക്കുന്ന ഒരു ജീവിയാണ്. അതുകൊണ്ട് തന്നെ മത്സ്യം ശ്വസിക്കുന്നത് ചെകിളപ്പൂക്കളുടെ സഹായത്തോടെയാണ്. മത്സ്യങ്ങൾ ശ്വസിക്കുന്നത് ഏതിൻ്റെ സഹായത്തോടെയാണ്? ചെകിളപ്പൂക്കളുടെ സഹായത്തോടെ. അപ്പോൾ നോക്കൂ, ശരീരത്തിൻ്റെ ആകൃതി, ചിറകുകൾ, വാൽച്ചിറക്, ചെതുമ്പലുകളുടെ ക്രമീകരണം, വഴുവഴുപ്പ് എന്നിവയാണ് മത്സ്യത്തിനെ ജലത്തിലൂടെ സഞ്ചരിക്കാൻ സഹായിക്കുന്നത്. നമുക്കൊരു LSSൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. താഴെ തന്നിരിക്കുന്നതിൽ
മത്സ്യത്തിന് ജലത്തിലൂടെ സഞ്ചരിക്കാൻ സഹായിക്കുന്ന സഹായിക്കുന്ന സഹായകങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിക്കുക, അല്ലെങ്കിൽ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് അതിൽ ശരീരത്തിൻ്റെ ആകൃതി പറയാം, ചിറകുകൾ പറയാം, വാൽച്ചിറക് പറയാം, ചെതുമ്പലുകളുടെ ക്രമീകരണം പറയാം, വഴുവഴുപ്പ് തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അതിൽ പറയാം. അതേപോലെ തന്നെ മത്സ്യത്തിൻ്റെ ശ്വസനാവയവമാണ് ചെകിളപ്പൂക്കൾ. ഇമ്പോർട്ടൻ്റ് ആണ് ഈ ബോക്സ് എന്ന് പറയുന്നത്, ഇമ്പോർട്ടൻ്റ് ആണ്. മത്സ്യത്തിൻ്റെ ശ്വസനാവയവമാണ് ഇത് ചെകിളപ്പൂക്കൾ എന്ന് പറയുന്നത്. അപ്പോൾ നോക്കൂ, ശരീരത്തിൻ്റെ ആകൃതി, അതേപോലെ തന്നെ ചിറകുകൾ, വാൽച്ചിറക്, ചെതുമ്പലുകളുടെ ശരീരത്തിൻ്റെ ആകൃതി, ചിറകുകൾ, വാൽച്ചിറക്, ചെതുമ്പലുകളുടെ ക്രമീകരണം, വഴുവഴുപ്പ് എന്നിവയാണ് ജലത്തിലൂടെ മത്സ്യങ്ങളെ സഞ്ചരിക്കാൻ സഹായിക്കുന്നത്. ചെകിളപ്പൂക്കളുടെ സഹായത്തോടെയാണ് സസ്യങ്ങൾ ശ്വസിക്കുന്നത്. ഈ ബോക്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അടുത്തത് മത്സ്യങ്ങളുടെ. അപ്പോൾ നമുക്ക് മനസ്സിലായി എന്തൊക്കെയാണ് മത്സ്യങ്ങൾ ജലത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ അവയെ സഹായിക്കുന്ന ഘടകങ്ങൾ എന്ന് പറഞ്ഞ് നമുക്ക് മനസ്സിലായി. ഒന്നുകൂടി നമുക്ക് പറയാം. ശരീരത്തിൻ്റെ ആകൃതി, ചിറകുകൾ, വാൽച്ചിറക്, ചെതുമ്പലുകളുടെ ക്രമീകരണം, വഴുവഴുപ്പ് എന്നിവയാണ് മത്സ്യത്തിന് ജലത്തിലൂടെ സഹായിക്കുന്നത്. മത്സ്യങ്ങൾ ശ്വസിക്കുന്നത് ഏതിലൂടെയാണ്? അത് ചെകിളപ്പൂക്കൾ വഴിയാണ്. ഇനി നമുക്ക് സസ്യങ്ങളുടെ ഇടയിലേക്ക് പോവാം. 2 തരത്തിലുള്ള ചെടികളാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഒന്നാമത്തത്, രണ്ടാമത്തതൊന്ന് നേരെ നിരീക്ഷിക്കുക. എന്തായിരിക്കും ഈ 2 ചെടികളുടെയും പ്രത്യേകത? ഒന്നാമത്തെ ചെടി എന്ന് പറയുന്നത് നമുക്കറിയാം, അത് കള്ളിമുൾ ചെടിയാണ്. മറ്റേത് ഒരു കൈതം പോലത്തെ ഒരു ചെടിയാണ്. ഈ 2 ചെടികളും നമ്മൾ പ്രധാനമായിട്ടും എവിടെയാണ് കാണാൻ സാധിക്കുക? നമുക്കിത് മരുഭൂമിയിലാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നോക്കാം, നമ്മുടെ നാട്ടിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഓരോ ചെടികളും ഓരോ തരത്തിൽ വ്യത്യസ്തമാണ്, അല്ലേ? ഓരോ ചെടികളും ഓരോ തരത്തിൽ വ്യത്യസ്തമാണ്. ചിലതിൻ്റെ ആകൃതിയിൽ വ്യത്യാസം ഉണ്ടാവും, ചിലതിൻ്റെ ഇലകളുടെ രീതിയിൽ വ്യത്യാസം ഉണ്ടായിരിക്കും, ചിലതിൻ്റെ വലുപ്പത്തിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. അങ്ങനെ ഓരോ ചെടികളും ഓരോ തരത്തിൽ വ്യത്യസ്തമാണ്. ഇത്തരത്തിൽ ഈ ചിത്രത്തിൽ തന്നിട്ടുള്ള ഈ 2 ചെടികളും എന്താണ്? ഇത് മരുഭൂമിയിൽ വളരുന്ന ചെടികൾക്ക് ഉദാഹരണമാണ്. ഇത്തരത്തിൽ മരുഭൂമിയിൽ, അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ് നമ്മൾ പറയുന്നത്. ഇത്തരത്തിൽ മരുഭൂമിയിൽ വളരുന്ന സസ്യങ്ങളെ നമ്മൾ പറയുന്ന പേരാണ് മരൂരൂഹങ്ങൾ. ഇത്തരത്തിൽ മരുഭൂമിയിൽ വളരുന്ന സസ്യങ്ങൾ, ആ ഹെഡിങ്ങിൽ തന്നെ നമുക്കൊരു ക്വസ്റ്റ്യനൊക്കെ പ്രതീക്ഷിക്കാം. എന്ത്? മരൂരൂഹങ്ങൾ എന്ന് പറഞ്ഞാൽ ഏത് ഭാഗത്ത് വളരുന്ന സസ്യമാണ്? മരൂരൂഹങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരുഭൂമിയിൽ വളരുന്ന സസ്യമാണ്. നമ്മൾ വിചാരിക്കും മരുഭൂമിയിൽ എങ്ങനെയാണ് സസ്യങ്ങൾ ഉണ്ടാകുക, അല്ലേ? മരുഭൂമിയിൽ സസ്യങ്ങൾ ഉണ്ടായിരിക്കും. എന്തായിരിക്കും മരുഭൂമിയുടെ പ്രത്യേകത? മരുഭൂമി എന്ന് പറഞ്ഞാൽ ചൂട് കൂടിയ പ്രദേശമാണ്, ജലലഭ്യത കുറവാണ്, മണൽ കൂണുകൾ ധാരാളമായി കാണുന്ന പ്രദേശമാണ്. ചൂട് കൂടിയ പ്രദേശമാണ്, ജലലഭ്യത കുറഞ്ഞ പ്രദേശമാണ്, മണൽ കൂനകൾ ധാരാളമായി കാണുന്ന പ്രദേശമാണെന്ന് പറയും. അപ്പോൾ നോക്കൂ, അവിടെ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട മൃഗങ്ങൾ എന്തൊക്കെയാണ്? അതാണ് ഒട്ടകങ്ങൾ എന്നൊക്കെ പറയുന്നത്, അല്ലേ? അവിടെ കാണുന്ന പ്രധാനപ്പെട്ട മൃഗങ്ങളാണ് ഒട്ടകങ്ങൾ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നമുക്ക് മരുഭൂമിയിലെ സസ്യങ്ങൾ അതല്ലെങ്കിൽ മരൂരൂഹങ്ങളെ കുറിച്ചൊന്ന് ചർച്ച ചെയ്യാം. മരുഭൂമിയിലെ സസ്യങ്ങൾ ഇലയില്ലാത്തതോ ചെറിയ ഇലകളുള്ളതോ മുള്ളുകളുള്ളതോ ആകാം. മരുഭൂമിയിലെ സസ്യങ്ങളുടെ ഒന്നാമത്തെ പ്രത്യേകതയാണ് മരുഭൂമിയിലെ സസ്യങ്ങൾ ഇലയില്ലാത്തതോ ചെറിയ ഇലകളുള്ളതോ മുള്ളുകളുള്ളതോ ആകാം. എന്തുകൊണ്ടാണ് മരുഭൂമിയിലെ സസ്യങ്ങൾക്ക് ഇലകളില്ലാത്തത്, അതല്ലെങ്കിൽ ചെറിയ ഇലകളുള്ളതും അതല്ലെങ്കിൽ മുള്ളുകളുള്ളതോ ആവണത്? കാരണം സസ്യങ്ങൾക്ക് വളരാൻ ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ജലം എന്ന് പറയുന്നത്. മരുഭൂമിയിൽ മഴ കമ്മിയാകുമ്പോൾ അവിടെ എന്ത് കുറവായിരിക്കും? ജലം കുറവായിരിക്കും. അപ്പോൾ സസ്യങ്ങൾ പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന വലിയൊരു ആൽമരത്തിന് മനസ്സിൽ ചിന്തിച്ചു നോക്കൂ. അത്തരത്തിൽ പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന വലിയൊരു ആൽമരത്തിന് കുറേ ജലം ആവശ്യമാണ്. അതിൻ്റെ ഓരോ ഇലകൾക്കും വളരാൻ ജലം ആവശ്യമാണ്. മരുഭൂമിയിലാണെങ്കിൽ അങ്ങനെ ആ ചെടികൾക്ക് എന്ത് കിട്ടില്ല? ജലം കിട്ടില്ല. അതുകൊണ്ടാണ് ജലലഭ്യതയുടെ കുറവ് കാരണമാണ് മരുഭൂമിയിലെ സസ്യങ്ങൾ ഇലയില്ലാത്തതോ ചെറിയ ഇലകളുള്ളതോ മുള്ളുകളുള്ളതോ ആയത്. അതായത്
മരുഭൂമിയില് ജലലഭ്യത ജലത്തിന്റെ അളവ് വളരെ കുറവായത് കാരണം സസ്യങ്ങൾക്ക് വെള്ളം കിട്ടാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. ആ ഒരു കാരണം കൊണ്ടാണ് സസ്യങ്ങൾക്ക് ഇലയില്ലാത്തതോ അല്ലെങ്കിൽ ചെറിയ ഇലകളുള്ളതോ മുള്ളുകളോ ആയത്. അവയുടെ തണ്ടുകൾ കനമുള്ളവയും പച്ച നിറമുള്ളവയും ജലം സംഭരിച്ചു വെക്കാൻ കഴിയുന്നവയുമാണ്. അപ്പോൾ ശ്രദ്ധിക്കണം, ഈ മരുഭൂമിയിലെ ചെടികൾ എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് ജലം മാത്രം ലഭിക്കുന്നതാണ്. അപ്പൊ അവർക്ക് എവിടുന്നെങ്കിലും ഇത്തിരി ജലം കിട്ടിക്കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? ആ ജലം അവർ സംഭരിച്ചു വെക്കും, സ്റ്റോർ ചെയ്ത് വെക്കും. അപ്പൊ നോക്കൂ, അവയുടെ തണ്ടുകൾ എന്താണ്? അവയുടെ തണ്ടുകൾ കനമുള്ളവയും പച്ച നിറമുള്ളവയും ജലം സംഭരിച്ചു വെക്കാൻ കഴിയുന്നവയുമാണ്. തണ്ടുകളിൽ മെഴുകു പോലെയുള്ള ഒരു ആവരണമുണ്ട്. മരുഭൂമിയിലുള്ള ചെടികളുടെ പ്രത്യേകതകൾ ഒന്നാമത് നമ്മൾ പറഞ്ഞത് എന്താണ്? അവയുടെ സസ്യങ്ങൾക്ക് ഇലയില്ലാത്തതോ ചെറിയ ഇലകളുള്ളതോ മുള്ളുള്ളതോ ആവാം. അതേപോലെ തന്നെ രണ്ടാമത്തെ പ്രത്യേകത നമ്മൾ പറഞ്ഞു, അവ തണ്ടുകള് കനമുള്ളതോ പച്ച നിറമുള്ളതോ ജലം സംഭരിച്ചു വെക്കാൻ കഴിവുള്ളതോ ആയിരിക്കും. മൂന്നാമത് പറഞ്ഞു, തണ്ടുകളിൽ മെഴുകു പോലെയുള്ള ഒരു ആവരണമുണ്ട്. ഇങ്ങനത്തെ ഒരു ആവരണം, ഒരു കോട്ടിങ്, ഒരു വാക്സ് കോട്ടിങ്, മെഴുകു പോലെയുള്ള ഇങ്ങനത്തെ ഒരു ആവരണം എന്താണ്? അവരുടെ ആ തണ്ടിൽ നിന്നും അല്ലെങ്കിൽ എന്താണ് ആ സസ്യത്തിൽ നിന്നും ജലനഷ്ടം, അവർക്ക് വളരെ കുറച്ച് ജലം മാത്രം ലഭിക്കുള്ളൂ. ആ കിട്ടുന്ന ജലത്തെ പുറത്തേക്ക് പോകാൻ, ചിലപ്പോൾ ചൂട് കാരണമൊക്കെ ആവിയായിട്ട് പുറത്തേക്ക് പോകാം, അങ്ങനെ പോകുന്നത് തടയാനായിട്ട് ആ മെഴുക് സഹായിക്കും. അപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിക്കും, എന്താണ്? മരുഭൂമിയിലെ സസ്യങ്ങളിലെ തണ്ടുകളിൽ മെഴുകു പോലെയൊരു ആവരണം കാണാൻ സാധിക്കുന്നുണ്ട്. എന്താണ് അതിൻ്റെ ആവശ്യകത? മരുഭൂമിയിലുള്ള അല്ലെങ്കിൽ മരുരൂഹങ്ങളിലെ തണ്ടുകളിൽ മെഴുകു പോലെയുള്ള ഒരു ആവരണം, ഒരു വാക്സ് കോട്ടിങ് കാണാൻ സാധിക്കുന്നുണ്ട്. എന്താണ് അതിൻ്റെ ആവശ്യകത? അപ്പൊ എന്താ നമ്മൾ പറയേണ്ടത്? മരുരൂഹങ്ങൾ അല്ലെങ്കിൽ മരുഭൂമിയിലെ സസ്യങ്ങളിൽ ഉണ്ടാകുന്ന ജലനഷ്ടം നിയന്ത്രിക്കാൻ അതല്ലെങ്കിൽ തടയാനാണ് അത്തരത്തില് എന്ത് വരുന്നത്? ഓരോ ചെടികളിലും നമ്മൾ ലൈക്ക് ഈ കള്ളിമുൾ ചെടിയും അതേപോലെ തന്നെ കറ്റാർവാഴയൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിലൊരു വാക്സ് കോട്ടിങ് പോലെ നമുക്ക് കാണാൻ പറ്റും. ലൈക്ക് അത് തന്നെയാണ് പറയണത്. അതേപോലെ തന്നെ അവയുടെ വേരുകളുടെ പ്രത്യേകത എന്താ? മണ്ണിലേക്ക് ധാരാളം താഴ്ന്നിറങ്ങാൻ കഴിയുന്ന വേരുകളാണ്. എന്താണ്? മണ്ണിലേക്ക് വളരെയധികം താഴ്ന്നിറങ്ങാൻ കഴിവുള്ള അവയുടെ വേരുകൾ ആഴത്തിൽ നിന്ന് പോലും ജലം വലിച്ചെടുക്കും. എന്താണ്? മണ്ണിൽ നിന്നും സാധാരണ ചെടികളെ പോലെ കുറച്ച് താഴത്തേക്ക് പോയി കഴിഞ്ഞാൽ അവർക്ക് വെള്ളം കിട്ടില്ല. സ്വാഭാവികമായിട്ടും അതെന്ത് ചെയ്യും? ഏറ്റവും താഴത്തേക്ക്, മണ്ണിന്റെ ഏറ്റവും താഴത്തേക്ക് പോയി എവിടുന്നാണോ അവർക്ക് വെള്ളം കിട്ടുന്നത് അത്രയും ദൂരം ആ ചെടിയുടെ വേരുകൾക്ക് പോകണം. അപ്പോൾ ശ്രദ്ധിക്കണം, ഒരു മരുരൂഹത്തിന്റെ അല്ലെങ്കിൽ മരുഭൂമിയിലെ സസ്യങ്ങള് അവയുടെ വേരുകള് മണ്ണിലേക്ക് ആഴത്തിലിറങ്ങിപ്പോയിട്ട് എന്താണ്? ജലം ശേഖരിക്കാനുള്ള കഴിവ് അവർക്കുണ്ട്. അപ്പൊ നമ്മള് മരുഭൂമിയിലെ സസ്യങ്ങൾ അല്ലെങ്കിൽ മരുരൂഹങ്ങളെ കുറിച്ച് നമുക്കൊരു 4 പോയിന്റുകൾ പറയാം. ഒന്നാമത്തെ എന്താ? സസ്യങ്ങൾ ഇലയില്ലാത്തതോ ചെറിയ ഇലകളുള്ളതോ അതല്ലെങ്കിൽ മുള്ളുകളുള്ളതോ ആകാം. എന്താണ്? മരുഭൂമിയിലെ സസ്യങ്ങൾ ഇലയില്ലാത്തതോ ചെറിയ ഇലകളുള്ളതോ മുള്ളുകളുള്ളതോ ആകാം. രണ്ടാമത്തെ പോയിന്റ്, അവയുടെ തണ്ടുകൾ കനമുള്ളവയും പച്ച നിറമുള്ളവയും ജലം സംഭരിച്ചു വെക്കാൻ കഴിയുന്നവയുമാണ്. അവയുടെ തണ്ടുകൾ കനമുള്ളവയും പച്ച നിറമുള്ളവയും ജലം സംഭരിച്ചു വെക്കാൻ കഴിയുന്നവയുമാണ്. മൂന്നാമത്തെ പോയിന്റ്, ചെടികളിലെ തണ്ടുകളിൽ മെഴുകു പോലെയുള്ള ഒരു ആവരണമുണ്ട്. ചെടികളിലെ തണ്ടുകളിൽ മെഴുകു പോലെ ഒരു ആവരണമുണ്ട്. എന്തിനാണ് ആവരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തണ്ടുകളിലെ അല്ലെങ്കിൽ ചെടികളിലെ ജലാംശം നഷ്ടപ്പെടാതിരിക്കാൻ. നാലാമത്തെ പോയിന്റ്, മരുഭൂമിയിലുള്ള സസ്യങ്ങൾ അഥവാ മരുരൂഹങ്ങൾക്ക്, അങ്ങനെ തന്നെ പറയണം, മരുഭൂമിയിലുള്ള സസ്യങ്ങൾക്ക് അഥവാ മരുരൂഹങ്ങൾക്ക് അവയുടെ വേരുകൾ വളരെയധികം ആഴത്തിലേക്ക് താഴ്ന്നിറങ്ങാനും വളരെയധികം ആഴത്തിൽ നിന്ന് ജലം വലിച്ചെടുക്കാനും സഹായിക്കും. ഓക്കെ, ഇതൊക്കെ തന്നെയാണ് മരുഭൂമിയിലെ സസ്യങ്ങളുടെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ ഈ മരുഭൂമിയിലെ സസ്യങ്ങളെ നമ്മൾ മരുരൂഹങ്ങൾ അഥവാ സെറോഫൈറ്റ്സ് എന്ന് അറിയപ്പെടുന്നു. ഈ മരുഭൂമിയിലെ സസ്യങ്ങളെ നമ്മൾ മരുരൂഹങ്ങൾ അല്ലെങ്കിൽ സെറോഫൈറ്റ്സ് എന്നാണ് അറിയപ്പെടുന്നത്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്തെങ്കിലും
അതൊന്ന് എല്ലാവരും വൃത്തിക്കൊന്ന് വായിച്ചു നോക്കുക. അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് എന്താണ് അഡാപ്റ്റേഷൻ, അനുകൂലനം. സസ്യങ്ങൾക്കും ജന്തുക്കൾക്കും അവ ജീവിക്കുന്ന ചുറ്റുപാടിന് അനുയോജ്യമായ ശാരീരിക സവിശേഷതകളുണ്ട്. ഒരു ജീവിക്ക് അതിൻ്റെ വാസസ്ഥലത്ത് ജീവിക്കുന്നതിന് സഹായകമായ ശാരീരിക സവിശേഷതയാണ് അനുകൂലനം അഥവാ അഡാപ്റ്റേഷൻ. ഒന്നും കൂടി പറയാം. സസ്യങ്ങൾക്കും, ഒന്നുകൂടി ഇത് വായിച്ചിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. സസ്യങ്ങൾക്കും ജന്തുക്കൾക്കും അവ ജീവിക്കുന്ന ചുറ്റുപാടിന് അനുയോജ്യമായ ശാരീരിക സവിശേഷതകളുണ്ട്. ഒരു ജീവിക്ക് അതിൻ്റെ വാസസ്ഥലത്ത് ജീവിക്കുന്നതിന് സഹായകമായ ശാരീരിക സവിശേഷതയാണ് അനുകൂലനം. സസ്യങ്ങൾക്കും ജന്തുക്കൾക്കും അവ ജീവിക്കുന്ന ചുറ്റുപാടിന് അനുയോജ്യമായ ശാരീരിക സവിശേഷതകളുണ്ട്. ഒരു ജീവിക്ക് അതിൻ്റെ വാസസ്ഥലത്ത് ജീവിക്കുന്നതിന് സഹായകമായ ശാരീരിക സവിശേഷതയാണ് അനുകൂലനം. അതായത് മീൻ, നമ്മളിപ്പോൾ നേരത്തെ പഠിച്ച മത്സ്യത്തിനെടുക്കാം. മത്സ്യത്തിന് ജീവിക്കാൻ അനുയോജ്യമായ ചുറ്റുപാടാണ് കുളം, അതല്ലെങ്കിൽ പുഴ, അല്ലെങ്കിൽ കടൽ എന്നൊക്കെ പറയുന്ന വെള്ളവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സംഭവം. ഈ സാധനത്തിന് നമ്മൾ പിടിച്ച് കരയിൽ കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ അതിന് വളരാൻ പറ്റില്ല. കാരണം എന്താ? അതിനെ പറ്റി അനുകൂലനം അവിടെ കാണുന്നില്ല. എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മൾ ഈ തോട്ടിൽ നിന്നൊക്കെ പിടിച്ചു കൊണ്ടുവരുന്ന ഈ പരൽ മീൻ പോലത്തെ മീനുകൾ, അതിനെയൊക്കെ നമ്മൾ വീട്ടിൽ കൊണ്ടുവരുന്ന അക്വാറിയത്തിലിട്ട് വളർത്തിക്കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ചത്തു പോകുന്നുണ്ടാ. അതിനെ പറ്റി അനുകൂലനമല്ല. വെള്ളം മാത്രം പോരാ, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വേണം. നമ്മൾ അതിന് ചോറൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ. സസ്യങ്ങളുടെ കാര്യം പറയാം. മരുഭൂമിയിലുള്ള സസ്യങ്ങൾക്ക് വെള്ളം കൂടുതൽ ആവശ്യമില്ല. നമ്മുടെ നാട്ടിലെ ലൈക്ക് ഒരു കള്ളിമുൾച്ചെടി അല്ലെങ്കിൽ കറ്റാർവാഴയൊക്കെ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ അതിന് നമ്മൾ എന്ത് ചെയ്യും? പാവല്ലേ എന്ന് പറഞ്ഞിട്ട് ഇഷ്ടംപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കും, അത് വാടിപ്പോകും. അതായത് അതിന് കുറച്ച് വെള്ളം ആവശ്യം മതി. എന്നാൽ നമ്മുടെ നാട്ടിൽ വളർന്ന ചെടികളെ കൊണ്ട് മരുഭൂമിയിൽ വെച്ച് കഴിഞ്ഞാൽ അതിന് അവിടെ പറ്റിയിട്ടുള്ള അനുകൂലമല്ല ഉള്ളത്. സോ എന്ത് ചെയ്യും? അത് വാടിപ്പോകും. അപ്പോൾ ഓരോ ജീവികൾക്കും, നമ്മുടെ മനുഷ്യന്മാരെ കാര്യം എടുത്താൽ നമുക്ക് നോക്കാം. നമുക്ക് കൂടുതൽ തണുപ്പുള്ള പ്രദേശം പറ്റില്ല. തണുപ്പുള്ള പ്രദേശത്ത് ഒരാൾ വന്ന് നമ്മുടെ നാട്ടിൽ താമസിക്കും, അവർക്ക് ചൂട് പറ്റില്ല. അതൊക്കെ എന്താ? ഓരോരുത്തരുടെയും ശരീരം അവരവർ ജീവിക്കുന്നത് ചുറ്റുപാടുമായിട്ട് ബന്ധപ്പെട്ട് ആണ് പ്രവർത്തിക്കുക. അതാണ് ശരിക്കും പറഞ്ഞാൽ അനുകൂലം. അപ്പോൾ ഓരോ ജീവിക്കും, അവയുടെ സസ്യങ്ങൾക്കും അവയുടെ ജീവിക്കുന്ന ചുറ്റുപാടിന് അനുയോജ്യമായ ശാരീരിക സവിശേഷതയുണ്ട്. അങ്ങനെയാണ് അതിനെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് ഒട്ടകത്തിന് നമ്മുടെ നാട്ടിലൊന്നും ജീവിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ലൈക്ക് ഒട്ടകം വെള്ളം കിട്ടാതെ ജീവിക്കുന്ന സ്ഥലത്താണ്. പോളാർ ബിയർ, ധ്രുവക്കരടിക്കൊക്കെ വരുമ്പോൾ അങ്ങനത്തെ. അപ്പോൾ സസ്യങ്ങൾക്കും ജന്തുക്കൾക്കും അവ ജീവിക്കുന്ന ചുറ്റുപാടിന് അനുയോജ്യമായ ശാരീരിക സവിശേഷതകളുണ്ട്. ഒരു ജീവിക്ക് അതിൻ്റെ വാസസ്ഥലത്ത് ജീവിക്കുന്നതിന് സഹായകമായ ശാരീരിക സവിശേഷത അനുകൂലം. ഈ ഒരു സംഭവം കാണാതെ പഠിക്കുക തന്നെ വേണം. ലൈക്ക് ഇവിടെ 2 കാർട്ടൂണൊക്കെ ഉണ്ട്. തണ്ടുകളിലെ വായു അറകളുടെ സഹായത്തോടെ ഞങ്ങൾ വെള്ളത്തിൽ പൊങ്ങി നിൽക്കുന്നത്. വിരലുകൾ തമ്മിൽ ചർമ്മത്താൽ ബന്ധിപ്പിച്ചിരിക്കുമ്പോൾ ഞങ്ങൾക്ക് വെള്ളത്തിൽ നീന്താൻ കഴിയും. തവളയുടെ കാര്യം നോക്കൂ. തവളയ്ക്ക് കരയിലും അതേപോലെ തന്നെ വെള്ളത്തിലും ജീവിക്കാനായിട്ട് പറ്റും. ഓരോ ജീവികളെ നമുക്ക് തന്നിട്ടുണ്ട്. അതൊക്കെ എവിടെയാണ് വസിക്കേണ്ടത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റണം. നിങ്ങൾക്ക് ഈ ടേബിൾ ഫില്ല് ചെയ്യാം. കരയിൽ ജീവിക്കുന്ന നമുക്ക് ആന, ആട്, പശു, പൂച്ച അങ്ങനെ പറയാം. വെള്ളത്തിൽ ജീവിക്കുന്ന ഞണ്ട്, അങ്ങനെ മീന്, അങ്ങനെയൊക്കെ പറയാം. ആമ, അങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിലായിട്ട് പറയാൻ പറ്റും. ഇനി നമുക്ക് ധ്രുവപ്രദേശങ്ങളിലേക്ക് ഒന്ന് പോവാം. മരുഭൂമിയിൽ, ഒട്ടകം പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ആണ്, മരുഭൂമിയിൽ ദിവസങ്ങളോളം വെള്ളം കുടിക്കാതെ ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കുന്നത് മുതുകിലെ കൊഴുപ്പാണ്. അവിടെ കൊഴുപ്പ് എന്ന് പറഞ്ഞ കാര്യം ശ്രദ്ധിക്കണം. അപ്പൊ പെൻഗ്വിൻ പറയാണ്, ത്വക്കിനടിയിലെ കൊഴുപ്പാണ് ധ്രുവപ്രദേശത്തെ അതിശൈത്യത്തിൽ ഞങ്ങൾ സംരക്ഷിക്കുന്നത്. അതായത് ഒരേ ഫാക്ട്, ദാറ്റ് മീൻസ് കൊഴുപ്പ് എന്ന് പറയുന്നത്, ഫാറ്റ്, കൊഴുപ്പ് എന്ന് പറയുന്ന സംഭവം, അത് രണ്ട് പ്രദേശങ്ങളിൽ, ഒരു മരുഭൂമിയിൽ നിൽക്കുന്ന ജീവിക്കും അതേപോലെ തന്നെ അതിശൈത്യം ധ്രുവപ്രദേശത്ത് നിൽക്കുന്ന ജീവിക്കും, രണ്ടിലും 2 തരത്തിലാണ് പ്രവർത്തിക്കുന്നത്. എങ്ങനെയാ? ഇപ്പോൾ ധ്രുവപ്രദേശങ്ങളിൽ നിൽക്കുന്ന പെൻഗ്വിൻ പോലത്തെ ഒരു ജീവിക്ക് നല്ല തണുപ്പായിരിക്കും പുറത്ത്. അപ്പൊ നമ്മൾ അതിനെന്ത് ചെയ്യും? ആ തണുപ്പിൽ നിന്നും ആ പെൻഗ്വിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ആ കൊഴുപ്പ് ഉപയോഗിക്കുന്നത്. എന്നാൽ മരുഭൂമിയിലുള്ള ഒട്ടകത്തിന് ദിവസങ്ങളോളം വെള്ളം കുടിക്കാതെ ജീവിക്കാൻ, എപ്പോഴും വെള്ളം കിട്ടില്ല. സോ ദിവസങ്ങളോളം വെള്ളം കുടിക്കാതെ ജീവിക്കാൻ സഹായിക്കുന്നത് അവരുടെ ആ മുതുകിലുള്ള കൊഴുപ്പാണ്. അപ്പൊ അത്തരത്തില് ഒരേ ഫാക്ടർ, അതാണ് അനുകൂലനം. ആ ഒരു കൊഴുപ്പ് 2 തരത്തിലാണ് ഉപയോഗിക്കുന്നത്. ആ കൊഴുപ്പ് 2
തരത്തിലാണ് അവിടെ ഉപയോഗിക്കുന്നത്. ഒന്നെങ്ങനെയാണ്, ഒന്ന് തണുപ്പിൽ നിന്ന് രക്ഷ നേടാനായിട്ട്, മറ്റേത് അവരുടെ ദാഹം മാറ്റാനായിട്ട്. അപ്പോൾ നോക്കൂ, ഓരോ സാഹചര്യങ്ങളിലും അവരുടെ ജീവിത രീതിയിൽ ഓരോ തരത്തിലുള്ള അനുകൂലനങ്ങൾ സഹായിക്കുന്നുണ്ടെന്നാണ് പറയണത്. നമുക്ക് ഒട്ടകത്തിൻ്റെയും ഈ പെൻഗിൻ്റെയും കുറച്ച് കാര്യങ്ങൾ പറയാം. ഒട്ടകത്തിൻ്റെ കാല് നോക്കി, ഒട്ടകത്തിൻ്റെ കാല് നല്ല ഹൈറ്റുള്ള കാലാണ്. എന്തായിരിക്കും ഒട്ടകത്തിൻ്റെ കാല് നല്ല ഹൈറ്റുള്ള കാരണം? ചൂടിൽ നിന്നും അതിൻ്റെ ശരീരത്തെ സംരക്ഷിക്കാൻ. ഒട്ടകത്തിൻ്റെ ചെവി വളരെ ചെറിയ ചെവിയായിരിക്കും, കാരണം അതിൻ്റെ ശരീരത്തിൻ്റെ വിസ്തൃതി കുറയ്ക്കാനാണ്. പെൻഗിന് നോക്കൂ, നല്ല തിക്ക് ഫറായിരിക്കും, ഉയരം കുറവായിരിക്കും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ ഒന്ന് ശ്രദ്ധിച്ചാൽ നന്ന് എന്നാണ് അവിടെ പറയാനുള്ളത്. കങ്കാരു എലിയെ കുറിച്ചൊക്കെ ചോദിക്കാറുണ്ട്, കുറേ കാലം വെള്ളത്തിലൊക്കെ ജീവിക്കുന്നത്. നോക്കൂ, മരുഭൂമിയിൽ കാണപ്പെടുന്ന ഒരു ചെറിയ ജീവിയാണ് കങ്കാരു എലി. മരുഭൂമിയിൽ ജീവിക്കുന്ന നിരവധി അനുകൂലങ്ങൾ ഇതിലുണ്ട്. പകൽ സമയത്തെ ചൂട് അതിജീവിക്കുന്നത് വളരെ ആഴത്തിൽ മാളങ്ങൾ ഉണ്ടാക്കി അതിനുള്ളിൽ ജീവിക്കുന്നു. രാത്രി കാലങ്ങളാണ് ഇര തേടുന്നത്. ഒട്ടും തന്നെ വെള്ളം കുടിക്കാതെ ജീവിക്കാൻ ഇവയ്ക്ക് കഴിയും. പ്രധാന ആഹാരമായ ധാന്യങ്ങളിൽ നിന്നും വിത്തുകളിൽ നിന്നും ശരീരത്തിലെ കൊഴുപ്പിൽ നിന്നും ഇവയ്ക്ക് ആവശ്യമായ ജലം ലഭിക്കുന്നു. വിയർപ്പിലൂടെയും മൂത്രത്തിലൂടെയും ജലനഷ്ടം വളരെ കുറവാണ്. നീളം കൂടിയ പിൻകാലുകൾ ഉപയോഗിച്ച് കങ്കാരുവിനെ പോലെ ചാടിച്ചാടിയാണ് സഞ്ചരിക്കുന്നത്. കവിൾ ഭാഗത്തുള്ള സഞ്ചിയിൽ ധാന്യങ്ങളും വിത്തുകളും ശേഖരിച്ച് വെക്കാൻ കഴിയും. അപ്പോൾ കങ്കാരുവിന് കാണപ്പെടുന്ന പ്രദേശം എന്ന് പറയുന്നത് മരുഭൂമിയാണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഇത്രയാണ് നമുക്ക് ഒന്നാമത്തെ സെഷനിൽ നമുക്ക് പറയാനുള്ളത്. ബാക്കി അടുത്ത ക്ലാസ് മുതൽ നമുക്ക് ആവാസങ്ങളെക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.